കാർഷിക വാർത്തകൾ. പ്രാദേശിക ഡിമാൻഡ് ഉയർന്നത് വെളിച്ചെണ്ണ വിൽപ്പനയ്ക്ക് നേട്ടമായി. താപനില ഉയരുന്നത് ഏലത്തോട്ടങ്ങൾക്ക് വെല്ലുവിളിയാകുന്നു. റബ്ബർ വിലയിൽ ഇടിവ്. വെളിച്ചെണ്ണയ്ക്ക് പ്രാദേശിക ആവശ്യം ഉയരുന്നത് മുന്നിൽ കണ്ട് വൻതോതിൽ എണ്ണ വിറ്റുമാറാനുള്ള നീക്കത്തിലാണ് മില്ലുകാർ. മാസാരംഭമായതിനാൽ ഡിമാൻഡ് വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കി പരമാവധി വെളിച്ചെണ്ണ വിറ്റുമാറുകയാണ് കാങ്കയത്തെ മില്ലുകാർ. തമിഴ്നാട്ടിൽ നിന്നും ഉയർന്ന അളവിൽ എണ്ണ കേരളത്തിലേക്ക് കഴിഞ്ഞ 2 ദിവസമായി നീങ്ങുന്നുണ്ട്. സംസ്ഥാനത്ത് നാളികേരോൽപ്പന്നങ്ങളുടെ വിലയിൽ മാറ്റമില്ല. തുലാവർഷം പിറന്ന് 1 മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് മഴയുടെ അളവ് കുറഞ്ഞു. മേഘങ്ങളുടെ അഭാവം മൂലം പകൽ താപനില ഉയർന്നത് കാർഷിക മേഖലയ്ക്ക് തിരിച്ചടിയാകും. ഹൈറേഞ്ചിൽ ഏലം വിളവെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇന്ന് ലേലത്തിൽ 46,427 കിലോഗ്രാം ഏലക്കയുടെ ഇടപാടുകൾ നടന്നു. ശരാശരി ഇനങ്ങൾ കിലോ 2,512 രൂപയിലും മികച്ച ഇനങ്ങൾ 2,820 രൂപയിലും കൈമാറി. റബ്ബർ സംഭരണത്തിൽ ടയർ നിർമ്മാതാക്കൾ കാണിച്ച തണുപ്പൻ മനോഭാവം മൂലം 4ാം ഷീറ്റ് വില കിലോ 186 നിന്നും 185 ഇടിഞ്ഞു. മഴ മാറിയ സാഹചര്യത്തിൽ റബ്ബർ വെട്ട് പുനരാരംഭിക്കാനുള്ള നീക്കങ്ങൾ ഷീറ്റ് ലഭ്യത ഉയർത്തും. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപ താൽപര്യം ചുരുങ്ങി. ബാങ്കോക്കിൽ റബ്ബർ വില കിലോ 186 രൂപയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ വിത്ത് നിയമം നടപ്പിലാക്കുമെന്ന് കേന്ദ്രം. കാലഹരണപ്പെട്ട നിയമങ്ങൾ മാറ്റുമെന്നും പ്രഖ്യാപനം. കർഷകർക്ക് ഉയർന്ന ഗുണമേന്മയുള്ള വിത്തുകൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ വിത്ത് നിയമം അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. വ്യാജവിത്തുകൾക്കും കീടനാശിനികൾക്കുമെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർഷകരെ സംരക്ഷിക്കാൻ കർശനമായ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. കർഷക ഉൽപാദന സംഘടനകളുടെ ദേശീയ സമ്മേളനത്തിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിത്തിന്റെ ഗുണനിലവാരം നിയന്ത്രിക്കുന്നതിനുള്ള കർശന വ്യവസ്ഥകളോടുകൂടിയ നിയമനിർമ്മാണം അടുത്ത വർഷം ആദ്യം പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നതായി മന്ത്രി വ്യക്തമാക്കി. വിത്ത് നിയമത്തിലെ ഭേദഗതികൾ സജീവമായി പുരോഗമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഔദ്യോഗികമായി നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 2047ഓടെ ഇന്ത്യയുടെ ലക്ഷ്യം 10 ട്രില്യൺ മൂല്യമുള്ള കാർഷിക സമ്പദ് വ്യവസ്ഥ. നിക്ഷേപം വർദ്ധിപ്പിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി വിദഗ്ധർ. 2047ഓടെ $10 ട്രില്യൺ സമ്പദ് വ്യവസ്ഥയെ മാറുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കുന്നതിന് ഇന്ത്യയുടെ കാർഷിക മേഖലയുടെ സംഭാവന ഏകദേശം $450 ബില്യൺ നിന്ന് ഏകദേശം $1 ട്രില്യൺ ഇരട്ടിയാക്കേണ്ടതുണ്ടെന്ന് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇന്ത്യയുടെ തൊഴിൽ ശക്തിയുടെ ഏകദേശം 46% കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ മൂല്യവർദ്ധനവ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ ഏകദേശം 15% ആനുപാതികമില്ലാതെ താഴ്ന്ന നിലയിലാണ്. ഇത് നയപരിഷ്കാരങ്ങളുടെയും സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതിന്റെയും ആവശ്യകതയെ ഉയർത്തുന്നുവെന്നാണ് കർഷകരുടെ പക്ഷം. ശാസ്ത്രീയ നയചട്ടക്കൂടും ദേശീയ കാർഷിക സാങ്കേതിക കൗൺസിൽ രൂപീകരിക്കാനും വിദഗ്ധർ കേന്ദ്ര സംസ്ഥാന നിയന്ത്രണങ്ങൾ ഏകീകരിക്കാനും വിത്തുകൾക്കും വിള സംരക്ഷണ ഉൽപ്പന്നങ്ങൾക്കും സമയബന്ധിതമായ അംഗീകാരങ്ങൾ അവതരിപ്പിക്കാനും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പരുത്തിക്കൃഷിക്ക് നാശം വിതച്ച് മോൻത ചുഴലിക്കാറ്റ്. തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലെയും കർഷകർ ദുരിതത്തിൽ. തെലങ്കാനയിലെയും ആന്ധ്രാപ്രദേശിലെയും പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളെ മോൻത ചുഴലിക്കാറ്റ് സാരമായി ബാധിച്ചിരിക്കുകയാണ്. പരുത്തി കൃഷി ചെയ്ത പല ജില്ലകളിലും കനത്ത മഴയാണ് ലഭിച്ചത്. വിവിധ കൃഷികൾ ചെയ്ത പല വയലുകളും വെള്ളത്തിലായിരിക്കുകയാണ്. വിളവെടുപ്പിന് തയ്യാറായ വിളകൾക്ക് നാശനഷ്ടമുണ്ടായി. നെല്ല്, സോയ, ചോളം വിളകളെയാണ് മഴ കൂടുതലായി ബാധിച്ചത്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ കനത്ത മഴ ലഭിച്ചതിനാൽ വിളവെടുപ്പിൽ ഈർപ്പം കൂടുതലായിരുന്നു. ഇത് കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് മോൻത ചുഴലിക്കാറ്റ് തെലങ്കാനയിലെ പരുത്തി കർഷകരുടെ ദുരിതങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത്. മഴയെ അതിജീവിച്ചാലും ഈർപ്പത്തിന്റെ അളവ് അടിസ്ഥാനമാക്കി താങ്ങുവില കുറയ്ക്കുന്നതാണ് കർഷകരെ ആശങ്കയിലാക്കുന്ന പ്രധാന കാര്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാണാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 212, RSS 5 208, ലാറ്റക്സ് 143, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, കുരുമുളക് ഗാർബിൾഡ് 71,200, കുരുമുളക് അൺഗാർബിൾഡ് 69,200, ഏലക്ക 2,300 മുതൽ 2,400, വെളിച്ചെണ്ണ 35,700, കൊപ്ര 22,050, ചുക്ക് 24,000.